तू गुल नया खिला दे, तू गुल नया खिला दे। ये यादा ये कमाल है, ये यादा ये कमाल है, ये हुनर बेमिसाल है, ये हुनर बेमिसाल है। समा सुहाना अरमान मिटाना, हम नहीं बेगाने माने या न माने हम तेरे मस्तानी। बड़ी माशाअल्लाह कहे अब्दुल्ला, तेरा जलवा सुभान अल्लाह, कभी शबनम कभी शोला। मजनू तू है मेरी लैला, दे दे दिल का प्यारा नजराना। Thank you. നമ്മുടെ കൗണ്ടർ ഫോയിൽ നമ്മുടെ ആ കൂപ്പണിൻ്റെ കൗണ്ടർ ഫോയിൽ ദയവ് ചെയ്ത് നമ്മുടെ ലക്കി ഡിപ്പ് കൂപ്പൺ ബോക്സിൽ നിക്ഷേപിക്കേണ്ടതാണ്. ആരെങ്കിലും കളഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അവസരം നഷ്ടപ്പെടും. ദയവ് ചെയ്ത് ആ ലക്കി ഡിപ്പ് കൂപ്പൺ ബോക്സിൽ നിങ്ങളുടെ കൗണ്ടർ ഫോയിൽ ഇവിടെ നിക്ഷേപിക്കേണ്ടതാണ്. പിന്നെ ഓക്കെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയുമോ? ഒരറിയിപ്പുണ്ട്. KL 16D 5122 ബ്ലാക്ക് സാൻഡ്രോ ഇതൊന്ന് മാറ്റി കൊടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. KL 16D 5122. ഓക്കെ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയുമോ? എന്താണ്? രസകരമായ പേരുകളൊക്കെയാണ്. ഞാൻ മുമ്പ് വായിച്ചിരുന്നു. ഉഗ്ര പേരുകൾ. കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് പറയണം. പറയും. ഇല്ല, പേര് വെളിപ്പെടുത്തില്ല. ഇരട്ട പേര് പറയുന്നതിന് പ്രശ്നമില്ലല്ലോ അല്ലേ? ഇപ്പൊ പറയുന്നില്ല, പക്ഷെ എന്റെ മനസ്സിലുണ്ട്. അത് പോട്ടെ. 2013 ഡിസംബർ 29 എന്റെ ഒരു ചോദ്യം ഇതാണ്: ഇന്നത്തെ മലയാള വർഷം മാസം എന്ന് പറയും. മലയാള വർഷം മാസം തീയതി എന്ന് പറയൂ. എന്തായാലും 30 വർഷം മുമ്പ് നമ്മൾ പഠിച്ചിറങ്ങിയ ആൾക്കാരാണ്, ഒരുപാട് അറിവുള്ള ആൾക്കാരാണ്. പുതിയ തലമുറയിലുള്ള കുട്ടികളുടെ ഉണ്ട്. ഏത് മാസമാണ് നമ്മൾ ആ സാഹചര്യം ക്ലൂ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എളുപ്പം പറയാവുന്നതേ ഉള്ളൂ. മാസം 13 തോന്നുന്നു. വർഷം പറയാൻ തലമുറ അന്യം നിന്ന് പോകുന്ന ചില അറിവുകളുണ്ടൊക്കെ ആരും ശ്രദ്ധിക്കാറില്ല. പറയും എന്തോ ചിങ്ങമാസം, വൃശ്ചിക മാസം. വൃശ്ചിക മാസം അല്ല വേണം പറയുന്നത്. അങ്ങനെ ഇരിക്കട്ടെ. പേരെങ്ങനെ? മിനി വേണം പറഞ്ഞിരിക്കുന്നത്. 1189 ധനു 13 ഉറപ്പാണോ? എങ്ങനെ അറിയാം ഉറപ്പാണെന്ന്? 13 ഉറപ്പാണ്. ഈ 13 പറയുന്നത് എത്ര പേരുണ്ട്? 13 രണ്ട് അധ്യാപകര് 13 പറയുന്നത്, വിദ്യാർത്ഥികൾ പറയുന്നത് 14 ഏതാണ്? എന്തായാലും ഇതാണ് മറ്റേ ശശിധരൻ സാർ പറഞ്ഞ പോലെ നാം ഒന്നാണെന്നുള്ളത് അല്ലേ? അധ്യാപകരും വിദ്യാർത്ഥികളോട് പറയുമ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരവാകും. 1189 ധനുമാസം 14 ഇന്നത്തെ തീയതി. നല്ലൊരു കൈയടി കൊടുക്കുക. മിനിമമാണ് അത്രയും പൂർത്തീകരിച്ചത്. 14 പറഞ്ഞ 400 സമ്മാനമുണ്ട്.
189 ധനുമാസം 13 വരെ പറഞ്ഞു, 14 പറഞ്ഞ സാർ ഇവിടെയാണ്. അപ്പൊ ഒരു സമ്മാനം ഇവിടെയുണ്ട്. നല്ലൊരു കൈയ്യടി കൊടുക്കുക. നിങ്ങളൊക്കെ കൈയ്യടിക്കാതിരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഇല്ല, നമുക്ക് വെറുതെ കൊടുക്കാൻ പറ്റുന്ന കൈയ്യടി മാത്രമേ ഉള്ളൂ. ഒരു സമ്മാനം കൂടെ കൊടുക്കുക. നല്ലൊരു കൈയ്യടി കൊടുക്കുക. അപ്പൊ ഇനി അടുത്തതൊരു ചോദ്യമാണ്. നമ്മള് കുടുംബമായിട്ട് താമസിക്കുന്ന ആൾക്കാരാണ് അല്ലേ? ഇതൊരു കുടുംബ സംഗമമാണ്. അപ്പൊ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും വളരെയേറെ ശ്രദ്ധിക്കുന്ന കുടുംബനാഥന്മാരുണ്ട്, അതുപോലെ തന്നെ കുടുംബനാഥകളുണ്ട്. എന്റെ ഒരു സംശയം, ഇതിനകത്ത് പേഴ്സ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? പേഴ്സ്, മണി പേഴ്സ് വെക്കാറുണ്ട് ആരെങ്കിലും? ഉണ്ട്, പേഴ്സ് ഉണ്ട്. പേഴ്സ് ഇല്ലാത്തവരുണ്ടോ? പേഴ്സ് ഇല്ലാത്തവരുണ്ട്. അപ്പം നിങ്ങളുടെ പേഴ്സില് നിങ്ങളുടെ പാർട്ണറുടെ ഫോട്ടോ ഉള്ള എത്ര പേരുണ്ട്? പേഴ്സില് എന്താണ്? മൊബൈലിൽ പറ്റില്ല, പേഴ്സില് ഉണ്ട്. ഉണ്ട്. അപ്പൊ ഇങ്ങോട്ട് വരും, 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 വരും. ആ കൊടുക്കാം. ഇനി ആരുണ്ട്? ഇങ്ങോട്ട് ഇരുന്നോളൂ, ഇങ്ങോട്ട് ഇരുന്നോളൂ. കാണിക്കാൻ തെളിവ് വേണം. ഇപ്പൊ ആരും മൊബൈലൊന്നും എടുത്തു നോക്കരുത്. മൊബൈലിൽ പറ്റൂല, പേഴ്സിലും മതി. ഓക്കെ ഓക്കെ, ഇത് കാണിച്ചോളൂ. ഇത് ഉറപ്പാണോ? ഒരു ഫോട്ടോ ഇരിക്കുന്നുണ്ട്, കൺഫേം ചെയ്യണം. സാറിനെ വിളിക്കണം. വരും, വരും. ഇനി ആരുണ്ട്? സമ്മാനമുണ്ട്, വെറുതെ ഇരിക്കരുത്. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ സാർ വരും. ഹലോ. ഇവരെല്ലാം കുടുംബനാഥകൾ അല്ലെങ്കിൽ കുടുംബനാഥന്മാരുടെയൊക്കെ ഫോട്ടോ സൂക്ഷിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇവർക്ക് ചെറിയൊരു മത്സരം കൊടുക്കുകയാണ്. എന്തായാലും കുട്ടികൾ ബലൂൺ പൊട്ടിച്ചപ്പോൾ ഇവരിന്ന് കൈയടിച്ച ആൾക്കാരാണ് അല്ലേ? ഇവർക്ക് കുറച്ച് ബലൂൺ കൊടുക്കുകയാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലേ? കൊള്ളാമല്ലോ. ആ ബാഗൊക്കെ കൈ ചോദിച്ചോളൂ, ബാഗ് മാറ്റിച്ചോളൂ. ഇവരൊക്കെ തെളിയിക്കുന്ന ആൾക്കാരാണ്. 5 ബലൂൺ, 5 എണ്ണം മതി. 5 എണ്ണം എടുക്കണം കൃത്യമായിട്ട്. ഒരുപാട് കുടുംബസ്നേഹമുള്ള ആൾക്കാരാണ്. ഇവർക്ക് നല്ലൊരു മണി കൊടുക്കുകയാണ്. അപ്പൊ ഇവരെയൊന്നും പരിചയപ്പെടുത്തിയില്ല സാർ. ഫാമിലിയുടെ ഇനി ഒന്ന് കാണിക്കും. ഫോട്ടോ അതാണോ നോക്കട്ടെ. ഓക്കെ 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 ഓക്കെ. മധു തൊടുപുഴ എന്നാണ്. അനിൽകുമാർ ഫാമിലി എവിടെയാ? ബോബി ശിവപ്രസാദ്. രസകരമായിട്ടുള്ള ഒരു മത്സരമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഊതി വീർപ്പിക്കുക. ഏറ്റവും കൂടുതൽ ബലൂൺ ഊതി വീർപ്പിച്ച് പൊട്ടിക്കുന്നവർക്ക് സമ്മാനം. ഓക്കെ, ശരിയാണോ? റെഡിയാണോ? അവിടെ നല്ല മ്യൂസിക് കൊടുക്കുക. ഒരു നല്ല കൈയടി ആർക്കും. ശരി, സ്റ്റാർട്ട്. അറിയാലോ, ഊതി വീർപ്പിക്കാൻ അറിയാലോ. നല്ലൊരു കൈയടി കൊടുക്കുക. ശിവപ്രസാദ് സാറ് എത്തും മോണിയിൽ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് ആ ഒരു രീതിയല്ല ബലൂൺ പൊട്ടിക്കുന്നത്. ഒരുപാട് വിദ്യാർത്ഥികളെ അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്, പക്ഷെ ബലൂൺ പൊട്ടിക്കുന്നത് ആദ്യമായിട്ടാണ്. സാറെ പൊട്ടിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. വളരെ വാശിയേറിയ മത്സരമാണ്. സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ഒരു വാശിയേറിയ മത്സരം. ആരും പേടിച്ച് മാറുന്നുണ്ട്. പൊട്ടിക്കും അല്ല, നല്ലൊരു കൈ കൊടുക്കുക. നിങ്ങളൊന്ന് കൈയിരിക്കാറുണ്ട്. ഇവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കും. ഇവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുത്താലേ അവർ പെർഫോം ചെയ്യുകയുള്ളൂ. അങ്ങനെ പല ഭാഗത്ത് പൊട്ടിയാണ്. 5 എണ്ണം പൊട്ടിയിട്ടുള്ളവരാണ്. ഓക്കെ, ഇനി ആരാണ്? സമയമുണ്ട്. ഇങ്ങനെ പേടിച്ച് മാറുന്നത് ജീവിതത്തിൽ ഒരുപാട്. എത്ര പേര്? 4, 5 പൊട്ടിച്ചു. ഓക്കെ, ഇനി ആരാണ്? 5 പൊട്ടിച്ചു. അപ്പം ഏറ്റവും ആദ്യം 5 എണ്ണം പൊട്ടിച്ച നമ്മുടെ ആരാണ്? സാറല്ലേ? അനിൽകുമാർ ഇല്ലേ? സാറല്ലേ ആദ്യം പൊട്ടിച്ചത്? അപ്പൊ അനിൽകുമാർ സാറിന് നല്ലൊരു കൈയടി. സാറ് ഭയങ്കര പൊട്ടിട്ട് വീരുന്നതാണ്. വീട്ടിലെങ്ങനെ തന്നെ
പൊട്ടിക്കാത്ത മധു സമ്മാനം. ഒന്നും പൊട്ടിക്കാത്ത മധു. പുള്ളി വാചകം പൊട്ടിച്ചായിരുന്നല്ലോ ഇടയ്ക്ക്. ഈ വാചകം ഈ ഉള്ളത് മനസ്സിലായില്ലല്ലോ കോളേജില്. അല്ലല്ല 3 പേർക്ക് സമ്മാനം. ആ ഓക്കെ ഓക്കെ 3 പേർക്ക് സമ്മാനമുണ്ട്. അതെ അതെ. ആ പക്ഷെ ഇവിടെ സമ്മാനങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. ഇതൊരു പങ്കാളിത്തമാണ്. ഇവിടെ വലിപ്പ ചെറുപ്പങ്ങളൊന്നുമില്ല. നമ്മുടെ പാർട്ടിസിപ്പേഷൻ ആണ് ഇവിടെ ഒരു ഏറ്റവും പ്രധാനമായ കാര്യം. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആൻഡ് തേർഡ്. അഞ്ചെണ്ണം ഇനി തേർഡ് ആരാണ്? അതെ അതെ 5 പൊട്ടിച്ച്. പക്ഷേ സമയത്തിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് അത് സെക്കൻഡ് ആയിട്ട് പോയി. വേണ്ട വനിതകൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഇവർക്ക് എല്ലാവർക്കും സമ്മാനമുണ്ട്. ഒന്നും പൊട്ടിക്കാത്ത മാഡത്തിന് ഒരു സമ്മാനം കൊടുക്കുകയാണ്. അതാണ് ഈ മത്സരത്തിന്റെ പ്രത്യേകത. അപ്പം കൂടുതൽ ആൾക്കാരെ ഈ വേദിയിലേക്ക് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഒരാളുണ്ട്, 2 പേർ കൂടെ ഉണ്ട്. മറന്നു വരുന്നത് സമ്മാനം അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ നല്ല പെർഫോമൻസ് ആയിരുന്നു. ഈ പ്രായത്തിലും വളരെ പൊരുതാനുള്ള ഒരു മനസ്സുണ്ടെന്ന് തെളിയിച്ചിരിക്കും. ഇത് നമ്മൾ തീർത്തിട്ട് നമ്മൾ ഇവിടുന്ന് പോവുള്ളൂ. അതുകൊണ്ട് ആരും പോകണം ധൃതി പെടണമെന്നും പറയരുത്. നമുക്കെല്ലാം ഹൗസിംഗ് ഗെയിമാണ്. അതിൽ ഒരു ടോക്കണ് 100 രൂപ വെച്ചാണ്. അതിൽ ഫുള്ള് ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ അങ്ങനെ 4 പ്രൈസാണ് കൊടുക്കുന്നത്. അത് എല്ലാവരും സഹകരിച്ച് ടിക്കറ്റ് എടുക്കുക. ആ ടിക്കറ്റിന്റെ കിട്ടുന്ന പിരിച്ചെടുക്കുന്ന ആ പൈസ അനുസരിച്ചായിരിക്കും പ്രൈസ്. ഓക്കെ 100 രൂപ കൊടുത്തൊരു ടിക്കറ്റ് വാങ്ങി നമ്മൾ കളിക്കാനുള്ള അവസരം. ഈ പൈസ നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരികയാണ്. അപ്പം ശരിക്കും ഒരു ഗെയിം ഷോ ആണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ഒരു പാട്ട് പാടാം അല്ലേ? റെഡി അല്ലേ? ഇതോടൊപ്പം തന്നെ ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. എല്ലാവർക്കും ഓരോ तू ही है मुझको बता दे चाहो मैं या ना, अपने तू दिल को बता दे चाहो मैं या ना, तू ही मुझको बता दे चाहो मैं या ना, अपनी तू दिल का बता दे चाहो मैं या ना, इतना बता दूं तुझको चाहत पे अपनी मुझको यूं तू नहीं दिया, फिर भी ये सोचा दिल ने अब जो लगा हो मिलने पूछूं तुझे एक बार, तू ही है मुझको बता दे चाहो मैं या ना, अपने तो दिल का बता दे चाहो मैं या ना, मिलने हुई ना थी खासिशें ओ किसी से भी मिलने की न की थी कोशिशें, उलझन मेरी सुलझा दे चाहो मैं या ना, आँखों आँखों में जता दे चाहो मैं या ना,
को बता दे चाहो में आना अपने तो दिल को बता दे चाहो में आना നല്ല ഒരു കൈ കൊടുക്കുക. അടുത്ത ഒരു മത്സരം ഇതാണ്. ഒരു പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മത്സരമാണ് അല്ലേ? റെഡിയല്ലേ? പുരുഷന്മാർക്ക് മത്സരം കിട്ടിയില്ല എന്നൊരു പരാതി ഇവിടെ വന്നിട്ടുണ്ട്. പുരുഷന്മാർക്കുള്ള ഒരു മത്സരമാണ്. ഞാനൊരു കാര്യം പറയാണ്, എല്ലാവർക്കും അംഗീകാരമാണെങ്കിൽ കൈവെക്കണം. നമുക്ക് മനുഷ്യന്റെ പുരുഷന്മാരുടെ ഏറ്റവും വലിയ സൗന്ദര്യ പ്രതീകം എന്താണ്? സൗന്ദര്യ ലക്ഷണം ഇല്ല, ചോദിക്കട്ടെ, എന്താണ് മാഡം പുരുഷന്മാരുടെ ഒരു സൗന്ദര്യ ലക്ഷണം? സ്വഭാവം അതല്ല, പുറമെ ബാഹ്യമായിട്ടുള്ള ഒരു സൗന്ദര്യ ലക്ഷണം. വരൂ. ഇതിന് വളരെ വാശിയേറിയ ഒരു മത്സരം തന്നെയാണ്. മീശയുള്ളവർക്ക് അംഗീകാരം. ഈ പരിപാടിയിൽ ഈ പോളിടെക് മീറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ്. ഏറ്റവും നല്ല മീശകളാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. അത് മീശ നിറച്ചതായാലും കറുത്തതായാലും പ്രശ്നമില്ല. സ്വയം മുന്നോട്ട് വരാം. ഭാര്യമാർക്ക് സ്വന്തം ഭർത്താവിന് എന്റെ ഭർത്താവാണ് ഏറ്റവും വലിയ മീശക്കാരനെന്ന് വരും. ആരാണ് മീശ ഇല്ലാത്തവർ ദയവീത് പങ്കെടുക്കുന്നത്? അവർക്ക് വേറെ മത്സരമുണ്ട്. മീശ ഇല്ലാത്തവർ ദയവീത് പങ്കെടുക്കണ്ട. ഏറ്റവും നല്ല മീശയുണ്ടെന്ന് സ്വയം അഭിമാനിക്കുന്ന ഇനി ആൾക്കാരുണ്ടല്ലോ. മീശ എന്ന് പറഞ്ഞാൽ അതിനൊരു സൗന്ദര്യമാണ്. കട്ടി മീശ ഉണ്ടായിട്ട് ആയില്ല അല്ലേ? അല്ലെ പിന്നെ എന്റെ ഔട്ടായിരിക്കണോ? പറയൂ, ആരാണ്? സംഘാടകരായാലും മീശയുള്ളവർ വരാം. പുറകിലൊക്കെ ഇരിക്കുന്നവർ വരാം. ഇതൊരു മത്സരമാണ്. നമ്മൾ സ്ത്രീകൾക്ക് മാത്രമായിട്ടാണ് ഇവിടെ സൗന്ദര്യ മത്സരം നടത്തുന്നത്. ഇതിന്റെ മീശയുടെ കറക്റ്റ് അതിന്റെ എന്താ പറയുന്നത്, ഇതിന്റെ റിസൾട്ട് പറയുന്നത് ഞാനല്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഞാനല്ല ഇത് പറയുന്നത്. പറയൂ, ഏറ്റവും നല്ല മീശ ഉണ്ടെന്ന് സ്വയം അഭിമാനിക്കുന്നവർ 4 പേരായി. ഒരാളുണ്ടോ? ഇനി ആർക്കും മീശയില്ല? മീശയില്ല. ഇത്രയും പേരേ ഉള്ളൂ ഈ 78-81 ബാച്ചിൽ കൊട്ടിയം പോളിയിൽ പഠിച്ചിറങ്ങിയ 5 മീശക്കാർ. ഇത്രയും പേരേ ഉള്ളോ? സർ മത്സരിക്കുന്നുണ്ടോ? ഇല്ല. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇവരെ നമുക്ക് മത്സരത്തിലോട്ട് വിടണ്ടോ? വിടണ്ടേ? ഉണ്ടോ? ഇനി ആരെങ്കിലും ഉണ്ടോ? മീശ എന്ന് പറഞ്ഞാൽ കട്ടി മീശ വേണമെന്നില്ല. സൗന്ദര്യമുള്ള ഒരു മീശ. അത് ഞാനല്ല നിശ്ചയിക്കുന്നത്, സ്ത്രീകളാണ് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് അതാരാണ്? സാർ വരൂ, നോക്കാം. ഒരു മത്സരിക്കാൻ ചിലപ്പം ആ ഒരു സൗന്ദര്യത്തിന്റെ പുറത്ത് സമ്മാനം കിട്ടുവാണെങ്കിൽ. ഇനി ആരുണ്ടോ? സാർ മത്സരിക്കുന്നില്ലേ? ഇനി ആരുണ്ടോ? ഇത്ര പേര് മതിയോ? ഒന്ന് പരിചയപ്പെടുക. സുധാകരൻ, ഫാമിലി മകൾ വന്നിട്ടുണ്ട്. മകൾ ഞാൻ ബൊബക്കാവ്. ഞാൻ മങ്ങാട്, കൊല്ലം. ഫാമിലി ഉണ്ട്. പരിചയപ്പെടും. ഇങ്ങനെയാണ് പരിചയപ്പെടുത്താനുള്ള ഒരു വേദി കൂടിയാണിത്. അതുകൊണ്ടാണ് നമുക്ക് ഓരോരുത്തരെ വിളിച്ച് പരിചയപ്പെടുത്താനുള്ള അവസരമില്ല. മകള് വന്നിട്ടുണ്ട്. എൻ്റെ പേര് അശോക് കുമാർ. ഫാമിലി വന്നിട്ടില്ല. ഗീതാകൃഷ്ണൻ ഫാമിലി വന്നിട്ടില്ല, പള്ളിക്ക് പോയിരിക്കും. ഓ ശരി ശരി. മനോഹരൻ അവിടെ ഞാൻ ജേക്കബ്. ഫാമിലി വന്നിട്ടില്ല. ഓക്കെ ഓക്കെ. അപ്പം ഇവർ ഇത്രയും പേരാണ്. ഇച്ചിരി മുമ്പോട്ടില്ലേ? വെട്ടത്തില്ലേ? വെട്ടത്ത് നിൽക്കൂ. 5 ഞാൻ വിളിക്കാം അല്ലേ? അപ്പൊ 6 പേരാണ് ഇവിടെ നിൽക്കുന്നത്. 6 പേരാണ് നിൽക്കുന്നത്. ഇത് നമുക്ക് ഇതൊന്ന് വിലയിരുത്തണമല്ലോ. ആരാണ് വിലയിരുത്തുന്നത്? ആരാണ്? ഇതിന്റെ ഭാര്യമാരല്ലാത്ത ആരെങ്കിലും വിലയിരുത്താൻ എത്തണം. മാഡം വരൂ വരൂ വരൂ. ഒരാൾ മാത്രം പറ്റില്ല. ഇനി ഒരാളോട് വേണം. ആരാണ്? വരൂ വരൂ വരൂ. നല്ല കയ്യിൽ കൊടുക്കുക. വേണ്ട, പുരുഷന്മാരുടെ സൗന്ദര്യം നമ്മൾ അളന്നേ തീരും. ഇതുവരെ സ്ത്രീകളുടെ സൗന്ദര്യമായിരുന്നു അളന്നിരുന്നത് അല്ലേ? ഇപ്പൊ ഇതൊരു ഇതും അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. നമുക്കിവിടെ പരസ്യമായിട്ട് പറയണം. എന്നാലല്ലേ ഇവരെ ഒന്ന് പൊളിച്ചെടുക്കണ്ടേ. വരൂ വരൂ.
എന്താണ് മീശ കറുപ്പിച്ചാലും നമുക്ക് മാർക്ക് കൊടുക്കണം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. വാ വരും വരും വരുമാ. ഞാൻ സുനോജിന്റെ വൈഫാണ്, സിവിൽ. ഞാൻ കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ട്രിവാൻഡ്രത്തിൽ ടീച്ചറാണ്. മോനുണ്ട് എവിടെയും. സതി എൻ്റെ പേര്. സതി ഗോപാല. ഓക്കെ, അപ്പം ഈ പ്രോഗ്രാമിന് നല്ല മ്യൂസിക് കൊടുക്കണേ. ഈ മീശ നിങ്ങൾ കാണുന്നുണ്ടോ? ഇത് ഏറ്റവും നല്ല മീശയ്ക്കുള്ള അവാർഡാണ്. അപ്പൊ ഇവരാണ് ഇത് തീരുമാനിക്കുന്നത്, വേറെ മത്സരമൊന്നുമില്ല. ഇവര് ഒരു ജഡ്ജസ് ആണ്. ഏറ്റവും നല്ല മീശ ഇവര് കണ്ടെത്തും. എന്നിട്ട് നോക്കിക്കോളൂ. ഇവർക്ക് സൗന്ദര്യമുള്ള മീശ, കട്ടി മീശയായാലും നരച്ചായാലും ഡൈ ചെയ്തായാലും പ്രശ്നമില്ല, പക്ഷെ ഒരു സൗന്ദര്യം ഉണ്ടായിരിക്കണം. ആ ഒരു അഭിപ്രായത്തോടു കൂടിയാണ് നിങ്ങൾ രണ്ടുകൂടെ പോകേണ്ടത്. നിങ്ങൾ രണ്ടുകൂടെ കൂട്ടായിട്ട് തീരുമാനിക്കുക. ഇവർക്കൊരു 2-3 മിനിറ്റ് കൊടുക്കുക എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യാനായിട്ട്. എല്ലാവരും നിങ്ങളുടെ പെർഫോമൻസ് മീശയുടെ ഒന്ന് കാണിക്കൂ. ആ ഒരു കൈയടി കൊടുക്കുക അവർക്ക്. മീശ കാണുന്നവർ മീശ എങ്ങനെയായിരിക്കണം? ഒരു പുരുഷന്റെ മീശ, സ്ത്രീകൾ ഇഷ്ടപ്പെടുന്ന ഒരു മീശ ഏതായിരിക്കും? ഭാവിയിൽ പുതിയ തലമുറയ്ക്കുള്ള ഒരു സന്ദേശമാണ് ഈ മീശക്കാരൻ. ഇത് ഏത് പഴയ സൂര്യ സ്റ്റൈലിലുള്ള മീശയുണ്ട്, പല പല മീശകളാണുള്ളത്. പുരുഷാനുണ്ട്, സാധാ മീശയുണ്ട്, താടി മീശയുണ്ട്, കട്ടി മീശയുണ്ട്, വീണ്ടും പുരുഷാൻ മീശയുണ്ട്. അപ്പം വാശിയേറിയ വൈവിധ്യമാർന്ന ഒരു മീശക്കാരാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പം ആരാണെന്നുള്ളത് ഇപ്പം മാഡം ഇവർ രണ്ടുപേരുടെ കൂട്ടായിട്ട് തീരുമാനിക്കും. ഒരു സമ്മാനമേ ഉള്ളൂ കേട്ടോ, പ്രോത്സാഹനം. ഓക്കെ, എല്ലാവരുടെ അഭിപ്രായത്തിൽ ഒരു പ്രോത്സാഹന സമ്മാനം ഇവിടെ കൊടുക്കുകയാണ്. അപ്പം നല്ല ഒരു സമ്മാനം. ഇവര് രണ്ട് ഒരു ടീച്ചറാണ്. അപ്പം കുട്ടികളുടെ കുറിച്ച് കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാവുന്ന ആൾക്കാരാണ്, സമൂഹത്തെ അറിയാവുന്ന ആൾക്കാരാണ്, പല പല മീശക്കാരെ കണ്ടിട്ടുള്ള ആൾക്കാരാണ്, മീശക്കാരായ രക്ഷകർത്താക്കളെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി ആൾക്കാരെ കണ്ടിട്ടുള്ള 2 വ്യക്തികളാണ് ഈ ജഡ്ജസ്. അപ്പോൾ ഇവരുടെ തീരുമാനമാണ് ഇതിൻ്റെ ഈ ടെക്നിക് മീറ്റിലെ ഏറ്റവും നല്ല പുരുഷ കേസരിക്കുള്ള അവാർഡ് ലഭിക്കുന്നത്. അങ്ങനെ 5-6 പേര്. പലരും നോക്കരുത്, അവരുടെ കണ്ണുകൾ നോക്കരുത്. സ്ത്രീകളെ നോക്കിക്കഴിഞ്ഞാൽ അയോഗ്യരാവും. അതുകൊണ്ട് ആ രീതിയിൽ നോക്കരുത്. നിങ്ങളെ സമ്മാനം കിട്ടാൻ വേണ്ടി നോക്കുന്ന രീതിയിലാവരുത്. അതുകൊണ്ട് നിങ്ങളെ മീശയുടെ പെർഫോമൻസ് നമ്മുടെ ഈ പരിപാടി മുന്നോട്ട് പോകുന്നത്. എന്തായാലും തീരുമാനമായി വരും ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് പറയാ, അതിനകത്ത് ധൈര്യമായിട്ടില്ല. നമ്മുടെ ഈ ഒരു കുടുംബം ഇനി അടുത്ത വർഷം തന്നെ ഇവിടെ കുടിക്കുള്ളൂ. ഇവരുടെ ആദ്യം ഒരു നിലവാരം പറയണം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോഴത്തെ പൊതുസമൂഹം ഇഷ്ടപ്പെടുന്ന മീശ എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ള ഒരു സർവേ പോലെ. അതെ, പറയും. പുതിയ തലമുറയ്ക്കുള്ള സന്ദേശം കൂടിയാണ്. ഞങ്ങളുടെ വിലയിരുത്തലില് പേരറിയില്ല, നിലവാരം പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ പഴയ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന മീശയാണോ? നിങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മീശകളൊക്കെ ഉണ്ടല്ലോ പഴയ സ്റ്റൈലുള്ള, അതും ഇതും കൂടെ തമ്മിലൊരു വ്യത്യാസം. അല്ല, പല സാറുമാരുടെ എല്ലാവരുടെയും മീശ നമുക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ ഉള്ളതിൽ ഒരാളെല്ലാം എടുക്കാൻ പറ്റും. അതുകൊണ്ട് മാത്രം ഞാനും ഞങ്ങൾ രണ്ടും കൂടെ ഡിസൈഡ് ചെയ്തിട്ട് കുത്തി കാണിക്കട്ടെ. ഇവിടെ ഏറ്റവും നല്ല ഒരു മീശക്കാരനാണ്. പക്ഷെ പോരുത്, ഒരു പ്രോത്സാഹന സമ്മാനോടുണ്ട്. ഒരു പ്രോത്സാഹന സമ്മാനോടുണ്ട്. നല്ല ഈ അവിടെ ആ സമയത്ത് എങ്ങനെയായിരുന്നു? പഠിച്ച സമയത്ത് റൊമാൻറ്റിക് ആയിരുന്നോ? റൊമാൻറ്റിക് ഹീറോ ആയിരുന്നോ? ഇത് ലേഡീസ് പറയട്ടെ, പഠിച്ച ഇദ്ദേഹത്തിനോട് പഠിച്ചാറുണ്ട്. എന്താ പറയുന്നതാണ്? ഇല്ലല്ലോ, ഒന്ന് പറഞ്ഞു പറഞ്ഞു. നല്ല ഭംഗിയുള്ള ആളായിരുന്നു. അപ്പം എന്തായാലും ഫാമിലി വരാത്ത കാര്യമായി. ഇത് കരുതിയാണ് പുള്ളി ഫാമിലിയെ കൊണ്ടുവരാഞ്ഞത്. മനസ്സിലായില്ലേ?
ഇതൊക്കെ പറയുന്ന ഒരുപാട് ആരാധികമാരൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ വരുന്ന ദിവസമാണ്, അതുകൊണ്ട് തന്നെയാണ് ഫാമിലിയെ കൊണ്ടുവരാത്തത് അല്ലേ? ഓക്കെ, കള്ളൻ. അപ്പൊ ഒരു സമ്മാനമുണ്ട്, വേണം പറയൂ. അടുത്ത ഒരു ചെറിയ മീശക്കാരനോട് ഒരു സമ്മാനമുണ്ട്. ഗീതാകൃഷ്ണൻ സാറിനാണ് പ്രോത്സാഹന സമ്മാനം ലഭിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യസ്തമായ അതിന്റെ അഭിപ്രായം ഉണ്ടോ? ഭാര്യമാര് പറയരുത് ഭർത്താക്കന്മാരുടെ മീശയാണ് ഏറ്റവും നല്ലതെന്ന് അവർ പറയും. അത് കഴിച്ച് വേറെ ഈ ജഡ്ജസിനോട് നീതി പുലർത്തിക്കൊണ്ട് തന്നെയാണ്. ജഡ്ജസ് ഇവരോട് നീതി പുലർത്തിയിട്ടുണ്ടോ? ആണോ? എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. അപ്പൊ സമ്മാനം കൊടുക്കാം അല്ലേ? സാർ പ്ലീസ് സമ്മാനമായിട്ട് വരും. ആരാണ്? കൊടുത്തോളൂ. ഓക്കെ. ഇത് കുടുംബപരമായിട്ട് പാരമ്പര്യമായിട്ട് കിട്ടിയതാണോ മീശ? ഈ മീശയുടെ രഹസ്യം എന്ന് പറയും, വെളിപ്പെടുത്താൻ പറ്റുമോ? ഞാൻ ഓർത്തിട്ട് പറയാം. മോന അല്ലെങ്കിൽ അവർക്ക് മീശ ഉണ്ടോ? മക്കൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ മീശയുണ്ട്? എനിക്ക് എന്റെ മകൻ ഏറ്റവും ഇളയ മോന, അവൻ മീശയിലൊക്കെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ രണ്ടാം പ്രോത്സാഹന സമ്മാനം ലഭിച്ചിരിക്കുന്ന ഏറ്റവും നല്ല, ഈ നൂറ്റാണ്ടിലെ ഏറ്റവും നല്ല മീശയായ പുതിയ സ്റ്റൈലുള്ള സൂര്യ സിംഗം സ്റ്റൈൽ. മീശ വെക്കണം, അതൊക്കെ മീശ ഉള്ളവർക്കുള്ള ഒരു അംഗീകാരമാണ്. ഓക്കെ സാർ, ഇവർക്ക് ഒരു പ്രോത്സാഹന സമ്മാനം കൂടെ കൊടുത്തേ പറ്റുള്ളൂ. അവിടെ ഇരിപ്പുണ്ട്. ഇല്ല, ഇവർക്ക് എല്ലാവർക്കും മത്സരിച്ചത് ഈ ഒരു പങ്കെടുത്തവർക്കുള്ള ഒരു സമ്മാനമുണ്ട്. ഓക്കെ, അതെ. ഇത് ഒരു മത്സരമല്ല, ശരിക്കും ഇതൊരു പങ്കാളിത്തം ആണ് ഇവിടെ ഉറപ്പിക്കുന്നത്. ഇനി ഇതുപോലെയുള്ള മത്സരങ്ങളിൽ കൂടുതൽ ആൾക്കാർ പങ്കെടുക്കണം. ഓക്കെ, കൺഗ്രാറ്റ്സ്. ഓക്കെ, കിട്ടിയിട്ടുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. അപ്പം ഒരു പാട്ട് പാടാം അല്ലേ? നല്ലൊരു പാട്ട്, ഒരു പഴയൊരു ഗാനം അല്ലേ? നിങ്ങൾക്കൊരു പഴയ പാട്ട് വേണ്ടേ? പഴയ കാലഘട്ടത്തിൽ. പിന്നെ വേറെ അറിയിപ്പുണ്ട്, ഈ അന്ന് പഠിച്ച മുഴുവൻ കുട്ടികൾക്കും 78, 83, 81 ബാച്ചിലെ മുഴുവൻ കുട്ടികൾക്കുള്ള മൊമെന്റോ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുകൂടെ വാങ്ങിയിട്ട് എല്ലാവരും പോകാവുള്ളൂ. മൊമെന്റോ ഉണ്ട്. അപ്പോൾ ഒരു നല്ലൊരു പഴയ ആ
പോളിടെക് മീറ്റിൻ്റെ ചടങ്ങിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഇങ്ങനെ നീങ്ങുകയാണ്. സമയം 4 മണിയായി. ഇനി ഒരു മണിക്കൂർ കൂടി നമുക്ക് സമയമുണ്ട്. 5 മണിക്കാണ് തീരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് 5 മണിക്ക് തന്നെ തീർത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി വരികയാണ്. അപ്പം ഞാൻ അടുത്ത ഗെയിം തുടങ്ങാം. ഓക്കെ ആണല്ലോ, സമയം കളയണ്ടല്ലോ. അപ്പം എനിക്ക് ഇന്ന് വെഡിങ് ആനിവേഴ്സറി ഉള്ള കപ്പിൾസ് ആരെങ്കിലും ഉണ്ടോ? ഇന്ന് 29 ഡിസംബർ. ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന കപ്പിൾസ്. ഇത് കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള ഒരു മത്സരമാണ്. അവർക്കുള്ള സമ്മാനമാണ് ഈ ഘട്ടം. 29-ന് എന്തെങ്കിലും വെഡിങ് ആനിവേഴ്സറി ഉള്ള, ഡിസംബർ ആവണമെന്നില്ല, ഏതെങ്കിലും 29-ന് വെഡിങ് ആനിവേഴ്സറി ഉള്ള കപ്പിൾസ് ആരെങ്കിലും ഉണ്ടോ? എന്തോ 21 ആരുടെയാണ്? നിങ്ങൾ രണ്ടിൻ്റെയാണ് അല്ലേ? നമുക്ക് പരിഗണിക്കാൻ നിൽക്കുകയാണ്, വേറെ ആരും ഇല്ലെങ്കിൽ. ഇനി 29-ന് ബർത്ത്ഡേ ഉള്ള കപ്പിൾസ് ആരെങ്കിലും ഉണ്ടോ? 29-ന് ബർത്ത്ഡേ ഉള്ള കപ്പിൾസ് ആരെങ്കിലും ഒരാൾ മതി. അത് മോന് കപ്പിൾസ് അല്ലല്ലോ, മോന് പ്രത്യേക സമ്മാനം തരാം 29-ൻ്റെ. ഇത് കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ്. 29-ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന കപ്പിൾസ് ആരെങ്കിലും, ഹസ്ബൻഡ് ഓർ വൈഫിന് 29-ന് ഹസ്ബൻഡ് വന്നിട്ടില്ലേ? അത് പറ്റൂല. ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായിരിക്കണം. ഹസ്ബൻഡിനും വൈഫിനും വേണ്ടി മത്സരിക്കാനുള്ളതാണ്. 29-നാണോ? 29. ഒരു നല്ല കൈയടി. വരും സാർ, രണ്ടുപേരും വരും. അത് കുഴപ്പമില്ല, അത് വിഷയമല്ല. നല്ല കൈയടി കൊടുക്കുക. വരും സാർ. സമ്മാനം ഇട്ടിരിക്കട്ടെ, ഇനി സമ്മാനമുള്ളതാണ്. അപ്പം 29-ന് ഒരു ഫാമിലിയെ കിട്ടിയിട്ടുണ്ട്. ഇനി 29-ന് ഏതെങ്കിലും 29-നുള്ള കാര്യമില്ല അല്ലേ? കല്യാണം കഴിഞ്ഞിട്ട് ഒരു 20 വർഷം കഴിഞ്ഞവർ എത്ര പേരുണ്ട്? എല്ലാവരും ഉണ്ട് അല്ലേ? ഒരു 30 വർഷം കഴിഞ്ഞ എത്ര പേരുണ്ട്? 35 വർഷം കഴിഞ്ഞവർ ആരുമില്ല. അപ്പൊ അത് എല്ലാവരെയും കൂടെ നമുക്ക് വിളിച്ചിരുത്താൻ പറ്റില്ല. അപ്പം താല്പര്യമുള്ള 2 കപ്പിൾസ് വരും, രണ്ടുപേരും വരും. ഇത് കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ്. ദയവേത് ബാക്കിയുള്ളവർ ഇവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കണം. വരൂ, ധൈര്യമായിട്ട് വരും. 29 അല്ലേ? 27, 21 അല്ലേ? വരൂ, വാ. നല്ല കൈയ്യടി കൊടുക്കുക. എത്ര പേരായി? 3 പേരായി. ഒരാളൂടെ വേണം. ആരാണ്? ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഏത് പ്രായമായാലും പ്രശ്നമില്ല. മക്കള് ആരായാലും, മക്കള് കല്യാണം കഴിച്ചാണെങ്കിലും പ്രശ്നമല്ല. അവിടെ വരൂ. ആരാണുള്ളത്? സാറിന്റെ ഫാമിലി വന്നിട്ടില്ലേ? അവിടെ വരൂ. ഒരു ഫാമിലി കൂടെ വേണം നമുക്ക്. പറയൂ. ഇനി ആരാണ്? ഒരു ഫാമിലി കൂടെ വരുമോ? അകത്ത് ഹാളിനകത്ത് നിൽക്കുന്നവർ ദയവേത് അകത്ത് വരണം. ഉണ്ടോ? പുറകില് ബാക്കിലിരിക്കുന്നവര് ഒരു ഫാമിലിയോടെ വന്നാലേ നമുക്ക് ഈ ഗെയിം കളിക്കാൻ പറ്റുള്ളൂ. സമയം കളയരുത്, നമുക്ക് സമയമില്ല. വരും വേണ്ട സാർ വരുന്നു. വരൂ. അതാണ് വേണ്ടത്. ഇതാണ്ട